സർക്കുലർ ഫ്ലോ ഇൻ ആൻ ഓപ്പൺ ഇക്കോണമി, ഒരു ഓപ്പൺ ഇക്കോണമി, യഥാർത്ഥത്തിലുള്ള ഇക്കോണമി, ഇന്ന് നമ്മൾ കാണുന്ന ഒരു ഇക്കോണമി, ഓപ്പൺ ഇക്കോണമി. അവിടെ ഇതാണ് എക്സ്പോർട്ട് ഇമ്പോർട്ടൻറ്റ് ഗവൺമെന്റൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് ഓപ്പൺ ഇക്കോണമി നമ്മൾ അഡീഷണൽ ആയിട്ട് ROW എന്ന് കാണുന്നുണ്ട് ഫിഗറിൽ, റെസ്റ്റ് ഓഫ് ദി വേൾഡ് എന്ന് പറയും. റെസ്റ്റ് ഓഫ് ദി വേൾഡ്, ബാഹ്യ ലോകം. അപ്പോൾ ഇവിടെ 4 സെക്ടർ മോഡൽ, 4 സെക്ടേഴ്സ് ഉണ്ട്. ഹൗസ് ഹോൾഡ്, ഫേംസ്, ഗവൺമെന്റ്, റെസ്റ്റ് ഓഫ് ദി വേൾഡ്. ഇവിടെ ഞാൻ നമ്മുടെ ഫിഗറിൽ പ്രധാനമായും 5 ഫ്ലോസ് ആണ് കാണിച്ചിരിക്കുന്നത്. അത് നിങ്ങൾക്ക് റെഡിൽ കാണാൻ സാധിക്കും. 5 ഫ്ലോസ് കാണിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ഫ്ലോസ് ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ചിലതൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. റെസ്റ്റ് ഓഫ് ദി വേൾഡ്. ഇപ്പൊ റെസ്റ്റ് ഓഫ് ദി വേൾഡിൽ നിന്നും ഹൗസ് ഹോൾഡിലേക്ക് 2 ഫ്ലോസ് ഞാൻ കാണിച്ചിട്ടുണ്ട്. റെസ്റ്റ് ഓഫ് ദി വേൾഡിൽ നിന്നും ഹൗസ് ഹോൾഡിലേക്ക് 2 ഫ്ലോസ് കാണിച്ചിട്ടുണ്ട്. ഒന്ന് NFIA എന്ന് കാണിച്ചിട്ടുണ്ട്, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. രണ്ടാമത്തത് NCTA എന്ന് കാണിച്ചിട്ടുണ്ട്, നെറ്റ് കറന്റ് ട്രാൻസ്ഫേഴ്സ് ഫ്രം എബ്രോഡ് എന്നാണ്. അതുപോലെ റെസ്റ്റ് ഓഫ് ദി വേൾഡിൽ നിന്ന് ഫേമിലേക്ക് ഒരു ഫ്ലോ കാണിച്ചിട്ടുണ്ട്. എന്താ മെൻഷൻ ചെയ്തിരിക്കുന്നത്? നെറ്റ് എക്സ്പോർട്സ്. ഇനി ഫിനാൻഷ്യൽ മാർക്കറ്റിലേക്ക് ഒരു ഫ്ലോ ഉണ്ട്. എന്താ? നെറ്റ് ബോറോവിംഗ് ഫ്രം എബ്രോഡ്. ഇനി ഫിനാൻഷ്യൽ മാർക്കറ്റിൽ നിന്നും റെസ്റ്റ് ഓഫ് ദി വേൾഡിലേക്കുണ്ട്. എന്താ? നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് എബ്രോഡ്. നമുക്ക് ഓരോന്നും നമുക്ക് സെപ്പറേറ്റ് നോക്കാം. ഒന്ന് നെറ്റ് എക്സ്പോർട്സ് നോക്കാം. There is a flow of net exports from rest of the world to firms. ഫേമിലേക്കുണ്ട്. എന്താണ് നെറ്റ് എക്സ്പോർട്സ്? ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ്പോർട്സ് ആൻഡ് ഇമ്പോർട്ട്സ്. എന്താണ്? എക്സ്പോർട്ടും ഇമ്പോർട്ടും തമ്മിലുള്ള വ്യത്യാസമാണ് നെറ്റ് എക്സ്പോർട്സ് എന്ന് പറയുന്നത്. ഇറ്റ് മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഇതെന്താകാം? പോസിറ്റീവോ നെഗറ്റീവോ ആകാം. എപ്പോഴത് പോസിറ്റീവ് ആവുക? വെൻ എക്സ്പോർട്സ് ആർ മോർ ദാൻ ഇമ്പോർട്ട്സ് ഇറ്റ് ഈസ് പോസിറ്റീവ്. എപ്പോഴാണ് നെഗറ്റീവ് ആവുക? വെൻ ഇമ്പോർട്ട്സ് ആർ മോർ ദാൻ എക്സ്പോർട്ട്സ്. എക്സ്പോർട്ട് കൂടുതലും ഇമ്പോർട്ട് കുറവുമാണെങ്കിൽ പോസിറ്റീവ്, മറിച്ച് ഇമ്പോർട്ട് കൂടുതലും എക്സ്പോർട്ട് കുറവുമാണെങ്കിൽ നെഗറ്റീവ്. ക്ലിയർ ആണല്ലോ? നമ്മുടെ രാജ്യം മറ്റു പല വിദേശ രാജ്യങ്ങളുമായിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവിടെ ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ടും ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് നമ്മുടെ വ്യത്യാസമാണ് നമ്മൾ നെറ്റ് എക്സ്പോർട്സ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ക്ലിയർ? ഓക്കെ, അടുത്ത് നമുക്ക് റെസ്റ്റ് ഓഫ് ദി വേൾഡിൽ നിന്നും ഹൗസ് ഹോൾഡിലേക്കുള്ള നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് നോക്കാം. നമ്മൾ ആരോ മാർക്ക് കാണിച്ചിരിക്കുന്നത് ഹൗസ് ഹോൾഡിലേക്കാണ് കാണിച്ചിരിക്കുന്നത്. നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്താണ്? നമുക്കറിയാം, നമ്മുടെയൊക്കെ വീടുകളിൽ നിന്നും നമ്മുടെയൊക്കെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ വിദേശ രാജ്യങ്ങളിൽ ജോലിക്കായിട്ട് പോയിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അവർ മാസാമാസം ശമ്പളം ഉണ്ടാക്കുന്നുണ്ട്. ശരിയല്ലേ? ഇത് വിദേശത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്ന ഫാക്ടർ ഇൻകം. ഇനി പല വിദേശികളായ ആളുകളും നമ്മുടെ രാജ്യത്ത് വന്ന് ജോലി ചെയ്യുന്നുണ്ട്. അവർക്കും എന്ത് വരുന്നുണ്ട്? അവരുടെ പ്രതിഫലം ലഭിക്കുന്നുണ്ട്. അവർ ഈ പ്രതിഫലം അവരുടെ നാടുകളിലേക്ക് അവർ അയക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ച് അത് ഇവിടെ നമ്മുടെ രാജ്യത്ത് ലഭിക്കുന്ന ഫാക്ടർ ഇൻകം. ക്ലിയർ ആണല്ലോ? അപ്പൊ എന്താ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ ആളുകൾ വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്ത് കിട്ടിയ വരുമാനവും വിദേശികളായ ആളുകൾ നമ്മുടെ രാജ്യത്ത് ജോലി ചെയ്ത് കിട്ടിയ വരുമാനവും തമ്മിലുള്ള വ്യത്യാസമാണ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇറ്റ് മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഇതെന്താകാം? പോസിറ്റീവോ നെഗറ്റീവോ ആകും. എപ്പോ പോസിറ്റീവ് ആകും? നമ്മുടെ ആളുകൾക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ലഭിച്ച വരുമാനം കൂടുതലും നമ്മുടെ രാജ്യത്ത് നിന്ന് വിദേശികൾക്ക് ലഭിച്ച വരുമാനം കുറവുമാണെങ്കിൽ അത് പോസിറ്റീവാണ്. അപ്പൊ എവിടെ നെഗറ്റീവ് ആവുക? നമുക്ക് ലഭിച്ച വരുമാനം കുറവും നമ്മുടെ രാജ്യത്ത് നിന്ന് കൊടുത്ത വരുമാനം കൂടുതലുമാണെങ്കിൽ അത് നെഗറ്റീവ്. ക്ലിയർ ആണല്ലോ? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. ഇനി അടുത്തൊരു ഫ്ലോ ഉണ്ട്. അത് നമ്മൾ കാണിച്ചിരിക്കുന്നത് റെസ്റ്റ് ഓഫ് ദി വേൾഡിൽ നിന്നും ഹൗസ് ഹോൾഡിലേക്കാണ്. എന്താ? നെറ്റ് കറന്റ് ട്രാൻസ്ഫേഴ്സ് ഫ്രം എബ്രോഡ്.
അതും പോസിറ്റീവോ നെഗറ്റീവോ ആകാം. തൊട്ട് മുൻപ് നമ്മൾ പറഞ്ഞു എന്താ ട്രാൻസ്ഫർ പേയ്മെന്റ് എന്ന് പറഞ്ഞു. ഇതും ഒരു ട്രാൻസ്ഫർ പേയ്മെന്റ്. എവിടെ നിന്നുള്ളതാ? വിദേശത്ത് നിന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് വിദേശത്തേക്കുമുള്ള ഒരു ട്രാൻസ്ഫർ പേയ്മെന്റ് ആണ് ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്യുന്ന നെറ്റ് കറന്റ് ട്രാൻസ്ഫേഴ്സ് ഫ്രം എബ്രോഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ആളുകൾക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ ലഭിച്ച വരുമാനം, അതുപോലെ നമ്മുടെ രാജ്യത്തു നിന്ന് വിദേശികളായ ആളുകൾക്ക് കൊടുത്ത ഇത്തരത്തിലുള്ള പേയ്മെന്റും തമ്മിലുള്ള വ്യത്യാസമാണ് നെറ്റ് കറന്റ് ട്രാൻസ്ഫേഴ്സ് ഫ്രം എബ്രോഡ് എന്ന് പറയുന്നത്. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ പല രാജ്യങ്ങളും അല്ലെങ്കിൽ ഇന്ത്യ രാജ്യം മറ്റു പല രാജ്യങ്ങളും ഗ്രാന്റ് കൊടുക്കാറുണ്ട്, മറ്റു പല എയ്ഡ് സഹായം കൊടുക്കാറുണ്ട്. ഇതൊന്നും തിരിച്ചു മേടിക്കുന്നതല്ല, വെറുതെ കൊടുക്കുന്നത്. ഓക്കെ, പലപ്പോഴും ഗിഫ്റ്റുകൾ കൊടുക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കൊടുക്കലുകളും ഇങ്ങനെയുള്ള നമുക്ക് ലഭിക്കലുകളുമുണ്ട്. ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് നെറ്റ് കറന്റ് ട്രാൻസ്ഫേഴ്സ് ഫ്രം എബ്രോഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ അക്കൗണ്ടിലേക്ക് ലഭിച്ചത് കൂടുതലാണെങ്കിൽ അത് പോസിറ്റീവ്, നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് കൊടുത്തതാണ് കൂടുതലെങ്കിൽ അത് നെഗറ്റീവ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ദെൻ നോക്കാം ഈ ഫിനാൻഷ്യൽ മാർക്കറ്റും റെസ്റ്റ് ഓഫ് ദി വേൾഡും തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് നോക്കാം. ഇപ്പോൾ നമ്മൾ നോക്കാം, റെസ്റ്റ് ഓഫ് ദി വേൾഡിൽ നിന്നും ഫിനാൻഷ്യൽ മാർക്കറ്റിലേക്ക് ഒരു കാര്യം നമ്മൾ കൊടുത്തിട്ടുള്ള നെറ്റ് ബോറോവിംഗ് ഫ്രം എബ്രോഡ്. നെറ്റ് ബോറോവിംഗ് ഫ്രം എബ്രോഡ്, അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് വായ്പ വാങ്ങാൻ ആവശ്യമെങ്കിൽ, അതുപോലെ നമ്മുടെ രാജ്യം വിദേശ രാജ്യങ്ങൾക്ക് വായ്പ കൊടുക്കാറുണ്ട്. ഓക്കെ, ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് നെറ്റ് ബോറോവിംഗ് ഫ്രം എബ്രോഡ് എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? നമ്മുടെ രാജ്യം മറ്റു രാജ്യങ്ങൾക്ക് ലെൻഡ് ചെയ്ത് കടം കൊടുത്തതും നമ്മുടെ രാജ്യത്തിന് മറ്റു വിദേശ രാജ്യങ്ങളിൽ ലഭിച്ച കടവും തമ്മിലുള്ള വ്യത്യാസമാണ് നെറ്റ് ബോറോവിംഗ് ഫ്രം എബ്രോഡ് എന്ന് പറയുന്നത്. അത് പോസിറ്റീവോ നെഗറ്റീവോ ആകാം. നമ്മൾ മേടിച്ച കടമാണ് കൂടുതലെങ്കിൽ കൊടുത്തതിനേക്കാൾ മേടിച്ചതാണ് കൂടുതലെങ്കിൽ പോസിറ്റീവ്. നമ്മൾ കൊടുത്ത കടമാണ് കൂടുതലെങ്കിൽ കിട്ടിയതിനേക്കാൾ അത് നെഗറ്റീവ് പറയും. ക്ലിയർ ആണല്ലോ? യെസ്. അടുത്ത നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് എബ്രോഡ്. നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് എബ്രോഡ് ആരോ മാർഗം കൂടെ കാണിച്ചിരിക്കുന്നത് റെസ്റ്റ് ഓഫ് ദി വേൾഡിലേക്ക്. നമ്മുടെ രാജ്യത്തെ ആളുകൾ, ഇന്ത്യയിലെ പൗരന്മാർ വിദേശ രാജ്യങ്ങളിൽ നിക്ഷേപം നടത്താറുണ്ട്. ഇന്ത്യൻ കമ്പനികൾ വിദേശ രാജ്യങ്ങളിൽ നിക്ഷേപം നടത്താറുണ്ട്. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങൾ വിദേശികളായ ആളുകൾ ഇന്ത്യയിൽ നിക്ഷേപം നടത്താറുണ്ട്, സ്ഥാപനം തുടങ്ങാറുണ്ട്, നിക്ഷേപം നടത്താറുണ്ട്. അപ്പൊ ഇവിടുന്ന് ഇൻവെസ്റ്റ്മെന്റ് അങ്ങോട്ടേക്ക് ഒഴുക്കുന്നുണ്ട്, അവിടുന്ന് ഇൻവെസ്റ്റ്മെന്റ് ഇങ്ങോട്ടും ഒഴുക്കുന്നുണ്ട്. ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് എബ്രോഡ് എന്ന് പറയുന്നത്. അത് പോസിറ്റീവോ നെഗറ്റീവോ ആകും. എപ്പോൾ പോസിറ്റീവ് ആകും? നമ്മുടെ ആളുകൾ വിദേശത്ത് നടത്തിയ ഇൻവെസ്റ്റ്മെന്റ് കൂടുതലാണെങ്കിൽ അത് പോസിറ്റീവും, മറിച്ച് വിദേശികൾ ഇന്ത്യയിൽ നടത്തിയ നിക്ഷേപമാണ് കൂടുതലെങ്കിൽ അത് നെഗറ്റീവുമായി. ക്ലിയർ? ഇവിടെ നമ്മൾ ഫോർത്ത് സെക്ടർ ഇക്കോണമിയിൽ നമ്മൾ എടുത്തു പറയുന്ന 5 ട്രാൻസാക്ഷൻസ് ആണുള്ളത്, 5 ഫ്ലോസ് ആണുള്ളത്. ഒന്ന് നെറ്റ് എക്സ്പോർട്സ് ആണ്, മറ്റൊന്ന് NFIA ആണ്, മറ്റൊന്ന് NCTA ആണ്, മറ്റൊന്ന് നെറ്റ് ബോറോയിങ് ഫ്രം എബ്രോഡ് ആണ്, ലാസ്റ്റ് വൺ നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് എബ്രോഡ്. ഇതാണ് യഥാർത്ഥത്തിലുള്ള ഒരു ഓപ്പൺ ഇക്കോണമിയെ സംബന്ധിച്ച് യഥാർത്ഥത്തിലുള്ള സർക്കുലർ ഫ്ലോ എന്ന് പറയുന്നത്. ക്ലിയർ? സോ നെക്സ്റ്റ് ടോപ്പിക് പാർഷ്യൽ ഇക്വിലിബ്രിയം അനാലിസിസ് ആൻഡ് ജനറൽ ഇക്വിലിബ്രിയം അനാലിസിസ്. നമ്മൾ ഇക്കണോമിക്സിൽ 2 രീതിയിലുള്ള വിശകലന രീതികളാണ് ഉപയോഗിക്കാറുള്ളത്. ഒന്ന് പാർഷ്യൽ ഇക്വിലിബ്രിയം അനാലിസിസ്, ജനറൽ ഇക്വിലിബ്രിയം അനാലിസിസ്. നമ്മൾ മൈക്രോ ഇക്കണോമിക്സും മാക്രോ ഇക്കണോമിക്സും നമ്മൾ വ്യത്യാസം പറഞ്ഞപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞു മൈക്രോ ഇക്കണോമിക്സ് പാർഷ്യൽ ഇക്വിലിബ്രിയം അനാലിസിസിനെ ബേസ് ചെയ്തെന്ന് പറഞ്ഞു, മാക്രോ ഇക്കണോമിക്സ് ജനറൽ ഇക്വിലിബ്രിയം അനാലിസിസിനെ ബേസ് ചെയ്തെന്ന് പറഞ്ഞു. ഇപ്പോൾ ശ്രദ്ധിക്കുക, എന്താണ് പാർഷ്യൽ ഇക്വിലിബ്രിയം അനാലിസിസ്? So this partial equilibrium analysis was developed by Alfred Marshall. In partial equilibrium analysis, we concentrate on a single market in isolation from the rest of the market. We analyze in detail a particular market or a set of markets, neglecting everything else. For example, when we want to study the market for wheat in detail, we do not bother about other markets in the economy. Such an analysis is based on ceteris paribus assumption. It can be said that
the partial equilibrium approach deals with each market independently without considering the effects of changes of other markets in the concerned markets. അതായത് പാർഷ്യൽ ഇക്വിലിബ്രിയം അനാലിസിസ് നമ്മൾ ചെയ്യുന്നത് ഒരു മാർക്കറ്റിനെ കുറിച്ച് മാത്രമാണ് പറയുക, മറ്റു മാർക്കറ്റിനെ കൺസിഡർ ചെയ്യാതെ നമ്മൾ ബോധർ ചെയ്യുന്നില്ല. ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് വീറ്റ് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കണം. നമുക്കറിയാം വീറ്റ് മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്, ഒരുപാട് മാർക്കറ്റ് ഉണ്ട്. നമ്മൾ അതിനെ ഒന്നും ബോധർ ചെയ്യില്ല. നമ്മുടെ മുന്നിൽ ഇത് മാത്രമേ ഉള്ളൂ, വീറ്റ് മാർക്കറ്റേ ഉള്ളൂ. അതിനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. അപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നൊരു അസംഷൻ സിട്രസ് പാരിബസ് അസംഷൻ, മറ്റു കാര്യങ്ങൾ മാറ്റമില്ലെങ്കിൽ എന്നുള്ള അസംഷൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇവിടെ ഒരു പ്രത്യേകത, ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് അനലൈസ് ചെയ്യുന്നത് ആരാണോ അവരെ സംബന്ധിച്ച് ഒരു പർട്ടിക്കുലർ മാർക്കിനെ കുറിച്ച് വളരെ വിശദമായി പഠിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അതാണ് ഇതിന്റെ പ്രത്യേകത. ഒരു മാർക്കിനെ കുറിച്ച് തന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പാർഷ്യൽ ഇക്വിലിബ്രിയം അനാലിസിസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ഈ മാർക്കറ്റിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇക്കോണമിയിലെ ഒരു മാർക്കറ്റിനെ കുറിച്ച് മാത്രം പഠിക്കുക, അതിനെ ഐസൊലേറ്റ് ചെയ്തു. നമ്മൾ റോബിൻസൺ ക്രൂസോ ഇക്കോണമി എന്ന് പറയും പോലെ കേട്ടുണ്ടാവും അല്ലെ, അതുപോലെ ഈ എന്താണ് നമ്മൾ എന്തിനെ കുറിച്ചാണ് പഠിക്കുന്നത് അതിനെക്കുറിച്ച് മാത്രം, വേറെ എന്തിനെ കുറിച്ച് നമ്മൾ ബോധർ ചെയ്യുന്നു, ബാക്കി എന്തെല്ലാം ആയിക്കോട്ടെ അതൊന്നും നമ്മൾ ബോധർ ചെയ്യുന്നില്ല. ഇൻ ജനറൽ ഇക്വിലിബ്രിയം മോഡൽ which was developed by Leon Walras, we analyze simultaneously all the markets in the economy. All the markets in the economy are interdependent and interrelated. A disturbance in any one market will have its repercussions on other economy or throughout the economy. The essential feature of an economy can be summed up in the phrase everything depends on everything else. In other words, the fundamental feature of any economic system is interdependence among its constituent parts. The markets of commodities and all productive factors are interrelated and the prices in all markets are simultaneously determined. അതായത് ജനറൽ ഇക്വിലിബ്രിയം അനാലിസിസിൽ നമ്മൾ ഇക്കോണമിയെ കുറിച്ച് മൊത്തത്തിലാണ് പഠിക്കുക. ഒരേ സമയം സൈമിൾട്ടേനിയസ്ലി ഒരേ സമയം എല്ലാ മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്, വീറ്റിനെ കുറിച്ച് പഠിക്കുന്നു പറഞ്ഞു. ഇവിടെ എല്ലാ മാർക്കറ്റിനെ കുറിച്ച് ഒരുമിച്ച് പഠിക്കുകയാണ്. കാരണം എന്താണ്, ഓരോ മാർക്കറ്റും മറ്റു മാർക്കറ്റുമായി പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഒന്ന് മറ്റൊന്നിനെ സ്വാധീനിക്കുന്നു, അല്ലെങ്കിൽ മറ്റു വേറൊന്നിനാൽ സ്വാധീനിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ മാർക്കറ്റുകളെയും ഒരുമിച്ചെടുത്തുകൊണ്ടാണ് ജനറൽ ഇക്വിലിബ്രിയത്തെ നമ്മൾ പഠിക്കുക. ആ ജനറൽ ഇക്വിലിബ്രിയത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മളൊരു ഫ്രേസ് പ്രത്യേകം മനസ്സിലാക്കുന്ന ഫ്രേസ് ഉണ്ട്, എവരിത്തിങ് ഡിപ്പെൻഡ്സ് ഓൺ എവരിത്തിങ് എൽസ് എന്നാണ്. എന്ന് പറഞ്ഞാൽ എല്ലാം എല്ലാത്തിനെയും സ്വാധീനിക്കുന്നു. ശരിയല്ലേ? ശരിയാണ്. കാരണം വീറ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത് ആ വീറ്റ് മാർക്കറ്റിനെ മാത്രമല്ല മറ്റുള്ള എല്ലാ മാർക്കറ്റിനെയും, ഈവൻ നമ്മളെ പെട്രോളിയം മാർക്കറ്റിനെ പോലും അത് സ്വാധീനിക്കുന്നുണ്ട് എന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ജനറൽ ഇക്വിലിബ്രിയം അനാലിസിസിൽ ഇക്കോണമിയെ കുറിച്ച് മൊത്തത്തിലാണ് എല്ലാ മാർക്കറ്റിനെ കുറിച്ചും ഒരുമിച്ചെടുത്ത് പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്നാൽ പാർഷ്യൽ ഇക്വിലിബ്രിയം അനാലിസിസിൽ നമ്മൾ ഒരു മാർക്കിനെ കുറിച്ച് മാത്രം പഠിക്കുന്നു, ഒന്നിനെ മാത്രം കേന്ദ്രീകരിച്ച് പഠിക്കുന്നു, അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കുന്നു. എന്നാൽ ജനറൽ ഇക്വിലിബ്രിയം അനാലിസിസ് നമ്മൾ എന്താണ് മൊത്തം ഒരേ സമയം എല്ലാത്തിനെയും ഒരുമിച്ച് പഠിക്കുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? മാക്രോ എക്കണോമിക്സിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പഠിക്കാം. ഇമ്പോർട്ടൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ്. നമ്മൾ എന്തിനാണ് മാക്രോ എക്കണോമിക്സ് പഠിക്കുന്നത്? ഇതിന് എന്തെങ്കിലും പ്രായോഗികതയുണ്ടോ? നമ്മൾ ഇതുവരെ മാക്രോ എക്കണോമിക്സ് ഇൻട്രഡക്ഷനെ കുറിച്ച് പറഞ്ഞിരുന്നത്. അപ്പൊ ഇതൊക്കെ എന്തിനാ പഠിക്കുന്നത്? എന്തെങ്കിലും ഗുണമുണ്ടോ? എവിടെയാണ് അത് ഉപയോഗപ്രദമാകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇമ്പോർട്ടൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ്. ടു അണ്ടർസ്റ്റാൻഡ് ദ ഫങ്ഷനിങ് ഓഫ് ദി ഇക്കോണമി, മാക്രോ എക്കണോമിക്സ് ഈസ് യൂസ്ഫുൾ. ഒരു ഇക്കോണമിയുടെ പ്രവർത്തനത്തെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് മാക്രോ എക്കണോമിക്സ് അത്യന്താപേക്ഷിതം. കാരണം ഒരു ഇക്കോണമിയുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് അതിന്റെ നാഷണൽ ഇൻകത്തെ ആശ്രയിച്ച് നിൽക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒരു ഇക്കോണമി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ ഇക്കോണമിയുമായി ബന്ധപ്പെട്ട എല്ലാം അഗ്രഗേറ്റ് വേരിയബിൾസ് ആണ്. അഗ്രഗേറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് മാക്രോ ഇക്കണോമിക്സിന്റെ ഭാഗമാണ്.
അപ്പൊ അതുകൊണ്ട് തന്നെ മാക്രോ ഇക്കണോമിക്സ് പഠിക്കുന്നതിലൂടെ ഒരു സമ്പദ് വ്യവസ്ഥയുടെ പ്രവർത്തനം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ക്ലിയർ? Second one is the formulation of economic policies. Macroeconomics helps us to formulate economic policies. സാമ്പത്തിക നയങ്ങൾ രൂപീകരിക്കുന്നതിൽ മാക്രോ ഇക്കണോമിക്സ് സഹായകരമാണ്. അത് പോപ്പുലേഷൻ പോളിസി ആയിക്കോട്ടെ, ഫോറിൻ ട്രേഡ് പോളിസി ആയിക്കോട്ടെ, ഏത് പോളിസിയും ആയിക്കോട്ടെ, അത് രൂപീകരിക്കണമെങ്കിൽ നമുക്ക് എന്താവശ്യമാണ്? മാക്രോ ഇക്കണോമിക്സ് ആവശ്യമാണ്. കാരണം ഇതൊക്കെ അഗ്രിഗേറ്റ് വേരിയബിൾസ്. നമുക്ക് പറയാം മാക്രോ ഇക്കണോമിക്സിന്റെ മറ്റൊരു പ്രാധാന്യം, മറ്റൊരു ഉപയോഗം എന്ന് പറയുന്നത് സാമ്പത്തിക നയ രൂപീകരണത്തിൽ അത് സഹായിക്കുന്നു എന്നുള്ളതാണ്. Third one is to solve the problem of general unemployment. General unemployment problem solve ചെയ്യാൻ മാക്രോ ഇക്കണോമിക്സ് സഹായിക്കുന്നു. According to J.F. Keynes, the root cause of Great Depression was deficiency in effective demand. ഇഫക്റ്റീവ് ഡിമാൻഡിലുണ്ടായ കുറവ് കൊണ്ടാണ് ഗ്രേറ്റ് ഡിപ്രഷൻ ഉണ്ടായത്. അതേ പറയാണ് ആ ഗ്രേറ്റ് ഡിപ്രഷൻ പരിഹരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണെന്ന് അറിയാമോ? ഇഫക്റ്റീവ് ഡിമാൻഡ് വർദ്ധിപ്പിക്കുക. By raising the effective demand, we can solve the problem of general unemployment. So, in order to solve the problem of general unemployment, we can make use of macroeconomics. Clear? Next one is the study of national income. With the help of national income, we can study the national income. Without understanding the national income, we cannot say anything about the growth of the economy, the performance of the economy. ഒരു രാജ്യത്തിന്റെ ദേശീയ വരുമാനത്തെ കുറിച്ച് പഠിക്കാൻ മാക്രോ ഇക്കണോമിക്സ് നമ്മളെ സഹായിക്കും. നെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് മൈക്രോ എക്കണോമിക്സ് ആണ്. നിങ്ങൾ കഴിഞ്ഞ വർഷം മൈക്രോ എക്കണോമിക്സ് പഠിച്ചു. So in order to have a perfect understanding of microeconomics, we must have proper understanding of macroeconomics. മൈക്രോ എക്കണോമിക്സ് ശരിക്കും പഠിക്കണമെങ്കിൽ നമുക്ക് എന്തറിയണം? മാക്രോ എക്കണോമിക്സിനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവുണ്ടെങ്കിൽ മാത്രമേ മൈക്രോ എക്കണോമിക്സും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. Next one is the inflation and deflation. In order to study about inflation and deflation, and in order to find out ways to correct these inflation and deflation, macroeconomics helps us. നമ്മൾ സഹായിക്കുന്നു. ആരാ? മാക്രോ എക്കണോമിക്സ്. ഇൻഫ്ലേഷൻ, ഡിഫ്ലേഷൻ എന്താണ്? what are the different causes of inflation? What are the measures that can be adopted to solve the problem of inflation and deflation? ഇതൊക്കെ മാക്രോ എക്കണോമിക്സ് പഠിക്കുന്നതിലൂടെ നമുക്ക് സ്വായത്തമാക്കാൻ സാധിക്കും. അതിലൂടെ എന്താണ്? ഇവയെ കൺട്രോൾ ചെയ്യാനുള്ള മാർഗവും നമുക്ക് ലഭിക്കും. അപ്പോൾ ഇൻഫ്ലേഷനെയും ഡിഫ്ലേഷനെയും കുറിച്ച് പഠിക്കുന്നതിനും അതിന് ഇക്കോണമിയിൽ ഉണ്ടാക്കുന്ന ആഘാതം മനസ്സിലാക്കാനും അതിനെ കറക്റ്റ് ചെയ്യാനും മാക്രോ എക്കണോമിക്സ് സഹായിക്കുന്നു. മറ്റൊന്ന്, ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് കൺട്രോൾ ഇക്കണോമിക് ഫ്ലക്ച്വേഷൻസ്. സാമ്പത്തിക മേഖലയിൽ ഉണ്ടാകുന്ന ഉയർച്ച താഴ്ചകൾ, ഫ്ലക്ച്വേഷൻസ്, ട്രേഡ് സൈക്കിൾസ്, അത് മനസ്സിലാക്കാനും അതിനെ തടയാനും മാക്രോ എക്കണോമിക്സ് സഹായിക്കുന്നു. നമുക്കറിയാം എന്താണ് ഇപ്പോൾ ലോകം കടന്നു പോകുന്നത് സാമ്പത്തിക മാന്ദ്യത്തിലൂടെയാണ് അല്ലെ. 2006 മുതൽ ഏകദേശം 2012 വരെയുള്ള കാലഘട്ടങ്ങളിൽ ലോകം കടന്നുപോയത് സാമ്പത്തിക മാന്ദ്യത്തിലൂടെയാണ്. ഇനി അങ്ങോട്ട് കടന്നു പോകാനിരിക്കുന്നത് സാമ്പത്തിക മാന്ദ്യത്തിലൂടെയാണ്. അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നു? What are the causes of these type of economic fluctuations and how it can be corrected and what are the measures that can be used to correct this? ഇത് എങ്ങനെ കറക്റ്റ് ചെയ്യാം? എന്തെല്ലാം മാർഗം ഉപയോഗിക്കാൻ പറ്റും? ഇതൊക്കെ മാക്രോ ഇക്കണോമിക്സിന്റെ ഭാഗമാണ്. വ്യക്തമായി മാക്രോ ഇക്കണോമിക്സ് നമുക്ക് പറഞ്ഞു തരുന്നു ഇക്കണോമിക് ഫ്ലക്ച്വേഷന്റെ കാരണങ്ങൾ എന്തെല്ലാമാണ്, അതെങ്ങനെ സോൾവ് ചെയ്യാം. ക്ലിയർ? അവസാനമായി നമുക്ക് പറയാം മാക്രോ ഇക്കണോമിക്സ് ഹെൽപ്സ് us to understand the performance of the economy, how an economy performs, how Indian economy performs. Indian economy എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്? We can compare Indian economy with the Chinese economy. ഇതൊക്കെ നടപ്പിലാകണമെങ്കിൽ, താരതമ്യം ചെയ്യണമെങ്കിൽ, ഇന്ത്യൻ ഇക്കോണമി പെർഫോമൻസ് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? മാക്രോ ഇക്കണോമിക്സ് പഠനം, മാക്രോ ഇക്കണോമിക്സിനെ കുറിച്ച് പഠിക്കണം. അല്ലെങ്കിൽ മാക്രോ ഇക്കണോമിക് വേരിയബിളിലൂടെയാണ്, അതിന്റെ പഠനത്തിലൂടെയാണ് ഒരു ഇക്കോണമിയുടെ പെർഫോമൻസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ക്ലിയർ? അപ്പോൾ നമ്മൾ പറഞ്ഞതാണ് പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഫങ്ഷനിങ് ഓഫ് ദി ഇക്കോണമി, formulation of economic policies, to
to solve the problem of general unemployment, study of national income, understanding microeconomics, inflation and deflation, to understand and control economic fluctuations and performance of an economy. അതുകൊണ്ട് തന്നെ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഒരു സമ്പദ് വ്യവസ്ഥയെ ജീവിക്കുന്നത് സംബന്ധിച്ച്, ഒരു ഇക്കോണമി ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ച് സ്വാഭാവികമായും ഒരുപാട് ഉപകാരപ്രദമാണ്, പഠിക്കേണ്ടത് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് പൂർണ്ണമായ ഒരു ചിത്രം നമുക്ക് ലഭിക്കുകയുള്ളൂ. ക്ലിയർ ആണല്ലോ? ലിമിറ്റേഷൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ്. മാക്രോ എക്കണോമിക്സിന്റെ പരിമിതികൾ. ഫസ്റ്റ് വൺ, അഗ്രിഗേഷൻ പ്രോബ്ലം. എന്താണ് അഗ്രിഗേഷൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ? അഗ്രിഗേഷൻ പ്രോബ്ലം റെഫേഴ്സ് ടു choosing a procedure to transform a large number of variables into a single measure, the macroeconomic representative of the original variable. അതായത് ഇവിടെ അഗ്രിഗേഷൻ പ്രോബ്ലം അർത്ഥമാക്കുക, നമുക്ക് ഈ ഒരു കൂട്ടം വേരിയബിൾസിനെ മാക്രോ എക്കണോമിക് വേരിയബിളായി, സിംഗിൾ വേരിയബിളായി ട്രാൻസ്ഫോം ചെയ്യാനുള്ള ഒരു പ്രൊസീജിയർ നമുക്ക് ആവശ്യമാണ്. ആ ഒരു പ്രൊസീജിയർ, the macroeconomic variables like total consumption is the representative of individual consumption variables. It is usually computed by adding up all the individual consumption. A macroeconomic variable such as the interest rate is more difficult since it involves some kind of average of all prevailing interest rates. അതായത് ഒന്നുകൂടി ഞാൻ പറയാം എന്താണ് അഗ്രിഗേഷൻ പ്രോബ്ലം. നമ്മൾ സ്വാഭാവികമായും മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് അഗ്രഗേറ്റീവ്സ് ആണ്, അഗ്രഗേറ്റീവ് വേരിയബിൾസ് ആണ്. നമ്മൾ അതിനെക്കുറിച്ച് അത് പഠിക്കുക. അപ്പൊ സ്വാഭാവികമായും നിരവധി വേരിയബിൾസ് ഉണ്ട്. അവയെല്ലാം കൂടി എന്താണ് ഒരു സിംഗിൾ വേരിയബിളായി, സിംഗിൾ മെഷറായി അതിനെ മാറ്റേണ്ടതുണ്ട്. അതിനൊരു പ്രൊസീജിയർ ഉണ്ട്, ഒരു നടപടിക്രമമുണ്ട്. അങ്ങനെ ഒരു അനുയോജ്യമായ മാക്രോ എക്കണോമിക്സിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്ന അനുയോജ്യമായ ഒരു പ്രൊസീജിയർ കണ്ടെത്തുക എന്ന് പറയുന്നതാണ് അഗ്രിഗേഷൻ പ്രോബ്ലം എന്ന് പറയുന്നത്. അത് ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ പറഞ്ഞു തരാം. അപ്പൊ നമുക്കറിയാം, ഒരു മാക്രോ എക്കണോമിക് വേരിയബിൾ ആണ് അഗ്രിഗേറ്റ് കൺസംഷൻ എന്ന് പറയുന്നത്. അത് മാക്രോ എക്കണോമിക് വേരിയബിൾ നമുക്കറിയാം, അഗ്രിഗേറ്റ് കൺസംഷൻ പറയുന്നത്. അതെങ്ങനെ കിട്ടുക? നമുക്ക് ഇൻഡിവിജ്വൽ കൺസംഷൻസ് ആഡ് ചെയ്താൽ നമുക്ക് അഗ്രിഗേറ്റ് കൺസംഷൻ കിട്ടും, അല്ലെ? ഓരോ ഇൻഡിവിജ്വൽസിന്റെയും കൺസംഷൻസ് 1 by 1 ആയി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് ലഭിച്ചു? അഗ്രിഗേറ്റ് കൺസംഷൻ ലഭിച്ചു. അത് മാക്രോ എക്കണോമിക് വേരിയബിൾ ആണ്, ഒരു സിംഗിൾ മെഷർ ആണ്. പക്ഷേ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എടുക്കാം. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എങ്ങനെയാണ് 1 by 1 ആയി ആഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അവിടെ എന്താ എടുത്തത്? അവിടെ വേറൊരു നടപടിക്രമമാണ്. ഇറ്റ് ഇസ് സം കൈൻഡ് ഓഫ് ആവറേജിങ് ആണ്. ഒരു പ്രത്യേക രീതിയിൽ അവയെ ആവറേജ് ചെയ്യുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ എവിടെയുണ്ട്? മാക്രോ എക്കണോമിക്സിലുണ്ട്. അങ്ങനെയുള്ള പ്രശ്നത്തെ എന്ന് പറയുന്നത് അഗ്രഗേഷൻ പ്രോബ്ലം എന്ന് പറയുക. അതായത് അഗ്രഗേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. ക്ലിയർ ആണല്ലോ? രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കമ്പോണൻസ് ഓഫ് അഗ്രഗേറ്റ്സ് ആർ നോട്ട് ഹോമോജിനസ്. ഈ പറയുന്ന അഗ്രഗേറ്റ്സിൽ ഉണ്ടാവുന്ന അതിന്റെ കമ്പോണൻസ് എന്തല്ല, ഒരിക്കലും ഹോമോജിനസ് അല്ല. Macroeconomics is the study of aggregates. It is wrong when dealing with aggregates. It should treat components as homogeneous when they are not. An increase in aggregate consumption does not necessarily imply an increase in the consumption of all the individuals. പ്രത്യേകം ശ്രദ്ധിക്കുക, അഗ്രഗേഷനിലേക്ക് വരുമ്പോൾ, അഗ്രഗേറ്റ് ചെയ്യുമ്പോൾ അതിനകത്തുള്ള ഓരോ പാർട്ടും എല്ലാം ഹോമോജിനസ് എന്നല്ല. ഉദാഹരണം പറയുകയാണ്, കൺസംഷൻ എക്സ്പെൻഡിച്ചർ വർദ്ധിച്ചു, അഗ്രഗേറ്റ് കൺസംഷൻ വർദ്ധിച്ചു. മാക്രോ എക്കണോമിക് വേരിയബിൾ ആണ്. അതിന്റെ അർത്ഥം എന്താ? ഓരോ ഇൻഡിവിജ്വലിന്റെയും കൺസംഷൻ എക്സ്പെൻഡിച്ചർ വർദ്ധിച്ചോ? ഒരിക്കലും ഇല്ല. കുറെ ആളുകളുടെ കൺസംഷൻ എക്സ്പെൻഡിച്ചർ വർദ്ധിച്ചിട്ടുണ്ട്, അതേസമയം ആരുടെയെങ്കിലും കുറെ പേരുടെ കൺസംഷൻ എക്സ്പെൻഡിച്ചർ കുറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ ഇതാണ് ഒരു പ്രശ്നം. അഗ്രഗേറ്റ്സിന്റെ കമ്പോണൻസ് എന്തല്ല, ഹോമോജിനിയസ് അല്ല. അങ്ങനെ അഗ്രഗേറ്റ്സിന്റെ കമ്പോണൻസ്, അതിന്റെ പാർട്ട് ഹോമോജിനിയസ് അല്ലാതിരിക്കുമ്പോൾ അവ ഹോമോജിനിയസ് ആണെന്ന് കരുതി അവയെ അഗ്രഗേറ്റ് ചെയ്താൽ ഉണ്ടാവുന്ന പ്രശ്നം, ആ പ്രശ്നമാണ് നമ്മൾ പറഞ്ഞത് കമ്പോണൻസ് ഓഫ് അഗ്രഗേറ്റ്സ് ആർ നോട്ട് ഹോമോജിനിയസ് എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ദ ഫാലസി ഓഫ് കോമ്പോസിഷൻ. എന്താണ് ദ ഫാലസി ഓഫ് കോമ്പോസിഷൻ? എന്താണ് ഫാലസി ഓഫ് കോമ്പോസിഷൻ?
വളരെ ശ്രദ്ധിക്കണം. എന്താണത്? ദ ഫാൾസ് അസംഷൻ ദാറ്റ് what is the true for a particular part of the whole is also true for the whole itself is called the fallacy of composition. എന്താ fallacy of composition എന്ന് പറഞ്ഞാൽ? അതായത് ഒരു ഹോൾ, ഒരു അഗ്രിഗേറ്റിൽ ഒരു പാർട്ട് ശരിയാണ്. ആ പാർട്ട് ശരിയാണെങ്കിൽ ആ ഹോളിന്, ആ അഗ്രിഗേറ്റ്, ഈ പറയുന്ന പാർട്ട് ശരിയായത് അഗ്രിഗേറ്റും ശരിയാണ്. അതായത് ഒരു പാർട്ടിന്റെ മാത്രം ശരിയെന്നുള്ളത് അഗ്രഗേറ്റിനും ശരിയാണ് എന്നുള്ള ഒരു സങ്കല്പത്തെയാണ് നമ്മൾ ഫാലസി ഓഫ് കോമ്പോസിഷൻ പറയുന്നത്. ഒരു കാര്യം, മറ്റൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറയാം. ഇപ്പോൾ നിങ്ങൾ സെക്കൻഡ് BA ഇക്കണോമിക്സിന്റെ ക്ലാസ്സിൽ 2 കുട്ടികൾ ഭയങ്കര ഡിസിപ്ലിൻ പ്രശ്നമുള്ള കുട്ടികൾ, ഇൻഡിസിപ്ലിൻ, 2 കുട്ടികൾ മാത്രമേ, ബാക്കി കുട്ടികളല്ല, നല്ല കുട്ടികളാണ് സപ്പോസ് ചെയ്യാം. അപ്പോ സെക്കൻഡ് BA ഇക്കണോമിക്സ് ക്ലാസ്സിൽ 2 കുട്ടികൾ മാത്രമേ ഡിസിപ്ലിനറി പ്രശ്നമുള്ളവരുള്ളൂ, ബാക്കിയുള്ളവരെല്ലാം നല്ല കുട്ടികൾ. പക്ഷേ ടീച്ചേഴ്സ് പറയുകയാണ് സെക്കൻഡ് BA ഇക്കണോമിക്സ് ക്ലാസ് എല്ലാം കണക്കാണ്, എല്ലാവരും എന്താണ് തീരെ ഡിസിപ്ലിൻ ഇല്ലാത്ത കുട്ടികളാണ് എന്ന് പറയുമ്പോൾ അവസ്ഥ മനസ്സിലായല്ലോ. എന്താ? ഒരു പാർട്ട് 2 കുട്ടികളെ മാത്രം ശരിയുള്ള കാര്യം നമ്മൾ ചെയ്തു, ആ ക്ലാസ്സിനെ പൂർണ്ണമായി പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ അഗ്രഗേറ്റിൽ ഒരു പാർട്ട് മാത്രമേ എന്താണ് ഈ പറയുന്ന കാര്യം ശരിയുള്ളൂ. പക്ഷേ ആ പാർട്ടിന് ശരിയതായി മാറി പൂർണ്ണമായും അഗ്രഗേറ്റ് പൂർണ്ണമായും ശരിയാണെന്ന് ചെയ്യുന്ന ഒരു രീതി, അതിനാണ് പറയുക ഫാലസി ഓഫ് കോമ്പോസിഷൻ എന്ന് പറയുന്നത്. സോ ദിസ് പ്രോബ്ലം ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ യൂസ് ഓഫ് അഗ്രഗേറ്റഡ് ഡാറ്റ. The rise of a single price will have economic implications quite different from those of a rise of all prices together. A decision by one person to increase his saving is not harmful to the economy. The same decision carried out by everyone will have repercussions on the economy, leading to a fall in total saving. എന്താ? ഒരു ഉദാഹരണം പറഞ്ഞു തരാം. നേരത്തെ പറഞ്ഞ പോലെ മറ്റൊരു ഉദാഹരണം പറയാം. ഒരു സാധനത്തിന് വില വർദ്ധിച്ചു, അത് ഇക്കോണമിയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് അല്ല എല്ലാ സാധനങ്ങളുടെയും വില വർദ്ധിക്കുന്നുണ്ടാകും, ആണോ? അല്ല. ഒരാൾ സേവ് ചെയ്തു, ഇക്കോണമി കാര്യമായ ഒരു പ്രശ്നമില്ല, എല്ലാവരും സേവ് ചെയ്തു, എല്ലാവരും സേവിങ് വർദ്ധിച്ചു. ഒരാളുടെ സേവിങ് വർദ്ധിച്ചു, ഇക്കോണമിയിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, എല്ലാവരും സേവിങ് വർദ്ധിപ്പിച്ചു. എല്ലാവരും സേവിങ് വർദ്ധിച്ചാൽ സംഭവിക്കുക, അത് സംഭവിക്കുന്നത് ഇക്കോണമിയുടെ ഇൻകം കുറയാൻ കാരണമാകും. കാരണം സേവിങ് കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് കുറയും, ഇൻവെസ്റ്റ്മെന്റ് കുറഞ്ഞാൽ ഇൻകം കുറയും, അല്ലേ? യെസ്. അപ്പോൾ അത് തുടരെ ഇൻകം കുറയാൻ കാരണമാകും. ഇനി മറ്റൊരു എക്സാമ്പിൾ പറയുമ്പോൾ സിമ്പിൾ പെട്ടെന്ന് പറയാം. ഇതാണ്, ഇപ്പോൾ ഒരാൾ ബാങ്കിലെ ഡെപ്പോസിറ്റ് പിൻവലിക്കാൻ തീരുമാനിച്ചു, ഇക്കോണമി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. ഒരാൾ ബാങ്കിൽ നിന്നും അയാൾ ഡിപ്പോസിറ്റ് പിൻവലിച്ചാൽ ഇക്കോണമി എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. എല്ലാ ഡിപ്പോസിറ്റേഴ്സും ഡിപ്പോസിറ്റ് പിൻവലിക്കാൻ തീരുമാനിച്ചു, എന്താ സംഭവിക്കുക? ബാങ്ക് സിസ്റ്റം കംപ്ലീറ്റ് കൊളാപ്സ് ആകും. ശരിയാണല്ലോ? ഇതാണ് നമ്മളോട് പറഞ്ഞ ഫാലസി ഓഫ് കോമ്പോസിഷൻ. ക്ലിയർ ആണല്ലോ? യെസ്. അവസാനമായി ലാസ്റ്റ് പോയിന്റ്, ലിമിറ്റേഷൻസ് ഓഫ് എംപിരിക്കൽ പ്രഡിക്ഷൻ. ശ്രദ്ധിക്കണം, മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. limitations of empirical prediction. Another problem with the macroeconomic approach is associated with the empirical prediction. Once a good predictive tool has been found for aggregates, there is a tendency to neglect the relationship behind the aggregate variables to develop useful explanations of what is actually happening in the economy. പല മനസ്സിലായോ? ഇല്ല. ശ്രദ്ധിച്ചു. എന്താ ലിമിറ്റേഷൻസ് ഓഫ് എംപിരിക്കൽ പ്രഡിക്ഷൻ എന്ന് പറയുന്നേ ഉള്ളൂ. ലിമിറ്റേഷൻസ് ഓഫ് എംപിരിക്കൽ പ്രഡിക്ഷൻ. എംപിരിക്കൽ പ്രഡിക്ഷൻ എന്ന് പറയാം ഇക്കണോമിക്സിൽ സോഷ്യൽ സയൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് എംപിരിക്കൽ സ്റ്റഡി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട ആക്ച്വൽ ഡേറ്റ കളക്ട് ചെയ്തുകൊണ്ട് അതിനെ ആസ്പദമാക്കി എന്താണ് കാര്യങ്ങളെ നമ്മൾ കണ്ടെത്തുക അല്ലെങ്കിൽ പ്രഡിക്റ്റ് ചെയ്യുക, പ്രവചിക്കുക എന്നൊക്കെ പറയും. ഇവിടെ എന്താ, ഒരിക്കൽ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ ഒരു പ്രഡിക്റ്റീവ് ടൂൾ നമ്മൾ കണ്ടെത്തി, പ്രഡിക്റ്റ് ചെയ്യാൻ ഒരു മാർഗം നമ്മൾ കണ്ടെത്തി. ഒരു പ്രത്യേകത എന്താണ്, ഈ ഒരു പ്രഡിക്റ്റീവ് ടൂൾ ഒരിക്കൽ കണ്ടെത്തി ആ പർട്ടിക്കുലർ സിറ്റുവേഷനാണ്, പിന്നീട് ഇത് എപ്പോഴും ഈ ടൂൾ തന്നെ കൊണ്ട് ഉപയോഗിക്കും. അപ്പൊ എന്താ സംഭവിക്കുക? ഈ പ്രഡിക്റ്റീവ് ടൂള് കണ്ടെത്തിയപ്പോൾ ആ 2 വേരിയബിൾസ് തമ്മിലുള്ള ബന്ധം കറക്റ്റ് ആയിരുന്നു. പക്ഷേ ടൈം മാറി, സമയം മാറി, സാഹചര്യം മാറി, ഈ വേരിയബിൾ തമ്മിലുള്ള ബന്ധത്തിൽ മാറ്റം ഉണ്ടായി. പക്ഷേ ആ പ്രഡിക്റ്റീവ് ടൂൾ ഓൾറെഡി നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്തു, ബാക്കിയുള്ള മാറ്റങ്ങളെ നമ്മൾ അവഗണിച്ചുകൊണ്ട് ഈ 2 വേരിയബിൾസുള്ള യഥാർത്ഥ ബന്ധം കാണാതെ എന്താണ് നമ്മൾ കൺക്ലൂഡ് ചെയ്യേണ്ട സാധ്യതയുണ്ട്. അപ്പൊ യഥാർത്ഥ വസ്തുത എന്താണെന്ന് മനസ്സിലാക്കാതെ
മുൻപ് ഉപയോഗിച്ച പ്രഡിക്റ്റീവ് ടൂളിൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യത എവിടെയുണ്ട്? മാക്രോ ഇക്കണോമിക്സിലുണ്ട്. അങ്ങനെ ചെയ്ത്